പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് മഹത്വപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട യൂട്യൂബ് ചാനലിൽ ദൈവത്തിൻ്റെ സാക്ഷിയുമായി നിൽക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ആരോൺ രഹബോത്ത് എന്നാണ്. സ്വദേശം കോട്ടയം ജില്ലയിൽ പാമ്പാടിക്കടുത്ത് 8 മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ദൈവസഭയോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 11ഓളം വർഷമായിട്ട് ശുശ്രൂഷയിലായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്കൊരു കുടുംബത്തെ നൽകി, 3 പെൺതലമുറകളെ ദൈവം നൽകി. ഞങ്ങൾ കുടുംബമായിട്ട് ദൈവവേലയിലായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ഞങ്ങൾക്ക് പാമ്പാടിയിൽ 8 മൈലിലുണ്ട്. ആ സഭയിൽ അനേക കുടുംബങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥനയിൽ വിടുതലുകളും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളുമൊക്കെ പ്രാപിച്ച് ദൈവത്തെ സന്തോഷത്തോടെ ആരാധിച്ചു പോരുന്നു. ഇന്ന് ഈ ചാനലിൽ വന്ന് നിങ്ങളുടെ നടുവിലും യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ എനിക്കൊരു അവസരം ലഭിച്ചത് വലിയ നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന പല കുടുംബങ്ങൾക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സാക്ഷി മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്നാണ് വചനം പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള വാക്കിങ്ങനെയാണ്, ടെസ്റ്റ് ടു ബിക്കം ടെസ്റ്റ് മണി. ഒരു പരീക്ഷ നമുക്കുണ്ടെങ്കിൽ അതൊരു സാക്ഷ്യത്തിന് വകയായി തീരും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിലേക്ക് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ ഒരു ബലവും ശക്തിയും ആത്മാവിൻ്റെ നിയോഗവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും ദൈവം കൈമാറുക തന്നെ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണെങ്കിൽ തന്നെയും എൻ്റെ ജന്മസമയം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പിതാവ് മതം മാറി ഒരു ഹൈന്ദവ വിശ്വാസത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ കൊണ്ട് ഞങ്ങൾ ജനിച്ചതൊരു CSI പാരമ്പര്യത്തിലാണെങ്കിൽ തന്നെയും പിന്നീട് ഞങ്ങൾ വളർന്നതൊക്കെ ഹിന്ദു പാരമ്പര്യത്തിലാണ്. അമ്പലങ്ങളും പ്രാർത്ഥനകളും അങ്ങനെയുള്ള തുടങ്ങിയ നിരവധി കാര്യങ്ങളിലാണ് പ്രിയ പിതാവ് പോകുകയും അതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയങ്ങൾ ചിലവാക്കുന്ന ഒരു ആളായിരുന്നു എൻ്റെ പിതാവ്. അങ്ങനെ ഞങ്ങളെ പല അമ്പലങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളിപ്പോഴും ഓർക്കുന്നു, എൻ്റെ സഹോദരനും ഞാനും ഞങ്ങൾ പല അമ്പലങ്ങളിലും അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ വർഷങ്ങൾക്ക് പിറകിൽ എൻ്റെ പിതാവും മാതാവും കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീർന്നു. കർത്താവിൻ്റെ ഒരു സന്ദർശനത്തിൻ്റെ സമയത്ത് എൻ്റെ പിതാവിന് നട്ടെല്ലിനോട് ബന്ധപ്പെട്ട് ഒരു അസുഖം വരികയും അത് ദൈവത്താൽ സൗഖ്യമാകുകയും ചെയ്യും. അങ്ങനെയാണ് തനിക്കൊരു വിശ്വാസം ഉണ്ടാകുന്നതും താൻ പ്രാർത്ഥനയിലേക്കും ദൈവകാര്യങ്ങളിലേക്കും അതുപോലെ കരസ്മാറ്റിക് പോലത്തെയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് കടന്നു പോകുകയും അവിടെ വെച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം മാതാവും പിതാവും സ്നാനമേറ്റ് കർത്താവിന് വേണ്ടി നിൽക്കുകയായിരുന്നു. അതിനുശേഷം എൻ്റെ പിതാവ് വിദേശ രാജ്യത്ത് ജോലിയോട് ബന്ധപ്പെട്ട് ആയിരുന്നു. മാതാവ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സ്വദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 സഹോദരന്മാർ പഠിക്കാൻ വലിയ കഴിവൊന്നും ഇല്ലാത്തവരാണെങ്കിൽ തന്നെയും അത്യാവശ്യം ജയിക്കും അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഏകദേശം ചെറുപ്പകാലം തൊട്ട് നല്ല ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിലാണ്. അതുപോലെ തന്നെ പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ കൂട്ടുകെട്ടും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സമയത്താണ് കർത്താവ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ കർത്താവ് വന്ന് പിതാവും മാതാവും വിശ്വാസത്തിലേക്ക് വന്നു. അവർ അവരുടേതായ രീതിയിൽ ജീവിക്കുവാൻ തുടങ്ങി. പക്ഷേ ഞങ്ങൾ എന്നാൽ യേശുവിൻ്റെ പുറകെയോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പുറകിലോ അങ്ങനെ വിശ്വാസത്തിൻ്റെ പുറകിലോ ഒന്നും നടക്കാതെ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ചുറ്റുപാടിൽ നടക്കുകയായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞു ഞങ്ങളുടെ പിതാവും മാതാവും ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ദീർഘകാലത്തെ വിശ്വാസത്തിൻ്റെ ഉടവിൽ പിതാവ് പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയി, വീണ്ടും വിശ്വാസത്തിലേക്ക് വന്നു. അതൊക്കെ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്നാലും ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരാതെ മാറി മാറി നിൽക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല. ഒരു പാസ്റ്റർമാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പ്രദേശത്ത് വരികയില്ല. അങ്ങനെ പ്രാർത്ഥനകളിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്നു മാറി നിൽക്കുന്ന സമയങ്ങളായിരുന്നു. എന്നാൽ
ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ മേലുണ്ടെങ്കിൽ അതിന് മാറ്റമില്ലാതെ ചലിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. അതുകൊണ്ട് ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരാളെ ദൈവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ എതെല്ലാം പോയാലും ദൈവം അവനെ മടക്കി കൊണ്ടുവരുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് യേശുവില്ലാതെ, ദൈവമില്ലാതെ ഞാൻ വല്ലാത്ത ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരു സമയമായിരുന്നു. കൂട്ടുകെട്ടുകൾ ഉണ്ട്, മദ്യപാനത്തിൻ്റെയും അതുപോലെ പുകവലിയുടെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അടിമപ്പെട്ട് വല്ലാതെ ഒരു ജീവിതം നയിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ, ഏകദേശം ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് കർത്താവ് എന്നെ ഒന്ന് തൊടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷം ഞാൻ പ്രാർത്ഥനകൾക്ക് വല്ലപ്പോഴുമൊക്കെ പോകും. അങ്ങനെ 10ാം ക്ലാസ് ജയിച്ചു, +2-ന് ചേർന്നു. അതിനുശേഷം ചെറിയ ചെറിയ വിശ്വാസങ്ങളിൽ പോവുകയാണ്. രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, അങ്ങനെ അനവധി സമയങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. എന്നാൽ ഒരു സമയം ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുക, ജോലിയുണ്ട്, ചെറിയൊരു ജോലിയുണ്ട്, കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി. അങ്ങനെ എറണാകുളത്ത് നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടാകുകയാണ്. അങ്ങനെ വാഹനം ഓടിക്കാൻ കഴിയാതെ കാല് നീര് വെച്ചു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ആ ജോലിയിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിൽ കാലിന് അല്പമായ പ്രശ്നങ്ങളുണ്ടായി. ആ കാലിലെ ലിഗമെൻ്റ് പൊട്ടിപ്പോയി. ആ കാല് നിലത്ത് കുത്താൻ പറ്റാതെ നീര് വച്ചിരിക്കുകയാണ്. അങ്ങനെ മാസങ്ങളോളം എത്ര ചികിത്സിച്ചിട്ടും ആ കാലിലെ നീര് പോകുന്നില്ല. വീണ്ടും അത് മുറിവായി വരികയാണ്. അങ്ങനെ കാല് നടക്കാൻ മേലാത്ത ഒരനുഭവത്തിലേക്ക് വരികയാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രാർത്ഥനകൾക്ക് വേണ്ടി ഞാൻ പോകുവാൻ തുടങ്ങിയത്. അങ്ങനെ മമ്മിയുടെ നിർബന്ധത്താൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ ചെല്ലുകയാണ്. അവിടെ ഒരു മുസ്ലിം സഹോദരിയാണ് അന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടി വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മുസ്ലിങ്ങളൊക്കെ വിശ്വാസത്തിൽ വരുന്ന കാര്യങ്ങൾ അറിയുന്നത്. ആ സഹോദരി വന്നു, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളൊക്കെ ആയിരുന്നു. പക്ഷേ അന്ന് പകലത്തെ മീറ്റിങ്ങിൻ്റെ അകത്ത് ഒരത്ഭുതം നടന്നു. ആ അത്ഭുതം ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു ദൈവദാസൻ എന്നെ വിളിച്ചു മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നോട് കുറേ ദൈവിക ആലോചനകൾ കൈമാറി. എനിക്കന്ന് പ്രവചനം എന്താണെന്നറിയത്തില്ല, പ്രവാചകന്മാരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നടന്നിരിക്കുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം അക്കമിട്ട് കൈമാറിയിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് യേശു നിന്നെ വിളിക്കുകയാണ്. യേശുവിൻ്റെ വാക്ക് കേട്ട് നീ യേശുവിന് ജീവിതം സമർപ്പിക്കുന്നു എങ്കിൽ നിന്നെ ഞാനൊരു അത്ഭുതമാക്കി മാറ്റും, നിന്നെ ലോകരാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനാക്കി മാറ്റുമെന്ന് അദ്ദേഹം ആലോചന പറഞ്ഞു. അന്ന് എൻ്റെ ഹൃദയം നിറഞ്ഞു, എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വലിയ വേദനയോടെ ഞാൻ ആ നിമിഷം കർത്താവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, അന്ന് പകല് തന്നെ എൻ്റെ സ്നാനവും നടക്കുവാൻ ഇടയായിത്തീർന്നു. രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഞാൻ ഒരു ദിവസമാണ്. എന്ന് പറഞ്ഞാൽ അന്ന് പകല് ആ ചർച്ചിൻ്റെ സ്നാനക്കുളം പണിത് പൂർത്തീകരിച്ചു. അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം നിറച്ചിട്ടിരിക്കുകയാണ്. കിട്ടിയ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന് നീ സ്നാനപ്പെടാൻ തയ്യാറാകണം. എനിക്ക് 2 വട്ടം ആലോചിക്കാൻ വേണ്ടി സമയമില്ലായിരുന്നു. പക്ഷേ എന്നെ ആ ഹോളിൻ്റെ അകത്ത് തന്നെ എൻ്റെ മമ്മി നിർത്തിയിട്ട് പറഞ്ഞു, മോൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞു. പിടിയെ മമ്മി ബസ് കയറി വീട്ടിലേക്ക് ചെന്നു. എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു. അന്ന് 3 മണിക്ക് ശേഷം എൻ്റെ സ്നാനം നടന്നു. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു, വലിയ ആനന്ദം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ സ്നാനപ്പെടാൻ കഴിയാതെ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പ്രതിസന്ധികളിൽ ഇരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ തീരുമാനമെടുക്കുക, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുക. നിങ്ങളൊരു അത്ഭുതമായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്നാനം കർത്താവിനെ സ്വീകരിക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല, സ്നാനത്തെക്കുറിച്ച് മറ്റൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞതനുസരിച്ചു ഞാൻ അന്ന് തീരുമാനമെടുത്ത് സ്നാനപ്പെടാൻ തയ്യാറായി. അന്ന് എൻ്റെ സ്നാനം കാണുവാൻ വേണ്ടി എൻ്റെ കൂടെ വന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് അവരെല്ലാം ശക്തമേറിയ ശുശ്രൂഷകന്മാരായി പല രാജ്യങ്ങളിൽ ദൈവം അവരെ ഉപയോഗിക്കുകയാണ്. ഞാൻ പറയട്ടെ, നമ്മെ വിളിച്ചപ്പോൾ നമ്മൾ മുഖാന്തരം വിടുവിക്കപ്പെടേണ്ട ഒരുപാട് ആളുകൾക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ
വിളിച്ചിരിക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ചിരിക്കുന്നത് അബ്രഹാമിന് വേണ്ടി മാത്രമല്ലായിരുന്നു, മറിച്ച് അബ്രഹാമിൽ നിന്നും ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, മോശ, യേശു, അങ്ങനെ തുടങ്ങിയ നിരവധി അനവധി ആളുകളെ കണ്ടുകൊണ്ട് തന്നെയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം നിങ്ങളെയും ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒറ്റയ്ക്കല്ല നിങ്ങളെ വിളിക്കുന്നത്, മറിച്ച് നിങ്ങളെ കുടുംബമായിട്ട് നിങ്ങളുടെ പിന്നിൽ ഒരു തലമുറയെ കണ്ടിട്ടാണ് ദൈവം നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് ദൈവശബ്ദം ഇന്ന് പകൽക്കാലം അനുസരിക്കുക. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് സ്നാനപ്പെടുവാൻ നിങ്ങൾ തയ്യാറാകുക. ഇതൊരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. വിശ്വാസ സ്നാനം സത്യമാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിച്ച് സ്നാനമേൽക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ സത്യം നിങ്ങൾ മറന്നു പോകരുത്. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ സ്നാനം വലിയ സന്തോഷം എനിക്ക് നൽകി. സ്നാനം കഴിഞ്ഞപ്പോഴായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയത്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ സ്നാനം കഴിഞ്ഞാൽ എല്ലാം റെഡിയായി എന്നല്ല. സ്നാനം കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അതുവരെയുള്ള പ്രശ്നങ്ങൾ മാറി. പക്ഷേ അതിനുശേഷം പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു. പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, സ്നാനപ്പെട്ട് കഴിഞ്ഞ് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. 2, ശുശ്രൂഷയ്ക്ക് വിളിയുള്ളത് കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ പ്രസംഗിക്കാൻ അറിയത്തില്ല, മറ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല, എന്തു ചെയ്യണമെന്നറിയത്തില്ല. പക്ഷേ എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളിലും മുടങ്ങാതെ എൻ്റെ മാതാവിൻ്റെ കൂടെ പോകുവാൻ തക്കവണ്ണം ഇടയായി. അന്നത്തെ സമയത്ത് ഞങ്ങൾ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. ബൈക്കാണ്, കാറൊന്നും നമുക്കില്ല, ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. ഒരു പഴയ ഒരു ബൈക്കുണ്ട്. ആ ബൈക്കിൻ്റെ അകത്ത് ഞാനും എൻ്റെ മമ്മിയും കൂടെ മഴയൊക്കെ നനഞ്ഞ് പ്രാർത്ഥനകൾക്ക് പോവുകയായിരുന്നു. തിരിച്ചു വരുന്നതും നനഞ്ഞാണ് വരുന്നത്. പക്ഷേ ആ പ്രാർത്ഥനകളിൽ ഞങ്ങൾ പോയി പങ്കെടുത്ത് വിശ്വാസത്തോടെ സന്തോഷത്തോടെ മടങ്ങി വരുമ്പോഴും എൻ്റെ വീടിൻ്റെ അകത്തൊരു ശൂന്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടായിരുന്നു. അത് എൻ്റെ സഹോദരൻ രക്ഷയിലേക്ക് വന്നിട്ടില്ല. അത് ഒരു വലിയ ഭാരമായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. എന്നാൽ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കും, സഹോദരന് വേണ്ടി രക്ഷയിലേക്ക് വരണം, സ്നാനപ്പെടണം, കർത്താവിൻ്റെ തിരുമേശ സ്വീകരിക്കണം. അങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഞങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ അനവധി പ്രാർത്ഥനകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം BSc നേഴ്സിങ്ങിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരൻ നാട്ടിലേക്ക് വരികയാണ്. പെട്ടെന്നൊരു അവധിയുമായി നാട്ടിലേക്ക് വരുന്നു. അദ്ദേഹത്തിന് ജോലിയൊന്നും റെഡിയാകുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത പല ആളുകളും പല രാജ്യങ്ങളിൽ USA, അതുപോലെ കാനഡ, ദുബായ്, അന്ന് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ അവർക്ക് ജോലി കിട്ടി. എന്നാൽ ഇദ്ദേഹത്തിന് മാത്രം ഒരു ജോലി പോലും ലഭിക്കുന്നില്ല. ചെറിയൊരു തുച്ഛമായ ശമ്പളത്തിൽ BSc നേഴ്സായിട്ടുള്ള ആ സഹോദരൻ നിൽക്കുകയാണ്. പക്ഷേ ഹൃദയത്തിൽ ഭാരമുണ്ട്, ആരോട് പറയാൻ കഴിയത്തില്ല, വേദനയോടെ ഇരിക്കുകയാണ്. പക്ഷേ ഒരു പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നീ യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും, നിനക്ക് നല്ലൊരു ജോലി നൽകും, നിൻ്റെ ഭാവി ദൈവത്താൽ അനുഗ്രഹമായി തീരും. അങ്ങനെ ഞങ്ങൾ പറയുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അപ്പോൾ എൻ്റെ സഹോദരൻ രക്ഷയിലേക്ക് വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് അത് അയൺ ചെയ്ത് കൊടുക്കും. 2, അദ്ദേഹത്തിന് വെള്ളം പ്രാർത്ഥിച്ച് കൊടുക്കാൻ തുടങ്ങി. ഞാൻ എല്ലാ വെള്ളവും അല്ലെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളമൊക്കെ പ്രാർത്ഥിച്ച് കൊടുക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു വർഷത്തോളം എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരൻ ഞങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസം എൻ്റെ സഹോദരൻ തീരുമാനമെടുക്കുകയാണ്, ഞാനും സ്നാനപ്പെടാൻ ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറായി. അങ്ങനെ ഞങ്ങളുടെ കുടുംബമായിട്ട് ഞാനും എൻ്റെ പിതാവും മാതാവും സഹോദരനും ഞങ്ങളെല്ലാം വിശ്വാസ സ്നാനം സ്വീകരിച്ചു. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിൽ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം എൻ്റെ സഹോദരന് കുവൈറ്റ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യത്ത് ഗവൺമെൻറ് ജോലിയുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു വഴി തുറന്നു. ഞാനിത് പറയുമ്പോൾ ആരെങ്കിലും ജോലിയില്ലാതെ ഭാരത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഈ സമയം ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതകരമായ വഴിയെ തുറക്കും. നിശ്ചയമായി നിങ്ങൾ വിശ്വസിക്കുക.
എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് തിരുവചനം പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മാന്യത നിങ്ങളെ തേടി വരികയാണ്. ആമേൻ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടുകൂടെ കൊയ്യും. ആമേൻ. കറ്റ ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇതൊരവസരമായി തീരുമെന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ സഹോദരന് അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിച്ചു. ഏകദേശം 33 വയസ്സാകുന്ന സമയത്താണ് എൻ്റെ സഹോദരന് ജോലി ലഭിക്കുന്നത്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ആ ജോലി ഒരു വലിയ ദൈവപ്രവൃത്തിയായിരുന്നു. ആ ജോലിക്ക് വേണ്ടി ലഭിച്ചു. എന്നാൽ ആ ജോലിക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഭവനം ഞങ്ങൾ വിൽക്കുവാൻ തയ്യാറായി. വളരെ തുച്ഛമായ പൈസയ്ക്ക് ഞങ്ങളുടെ വീട് വിറ്റു. ആ വീട് വിറ്റ പൈസയിൽ കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ജോലിക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് വീട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഞങ്ങളുടെ സ്വന്തങ്ങളും ബന്ധങ്ങളും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വന്തം സ്ഥലവും വീടും ഒക്കെ വിറ്റിട്ട് മകനെ പഠിപ്പിക്കാനും ജോലിക്കും ഒക്കെ വിട്ടതിന് ശേഷം അവസാനം പെരുവഴിയിലേക്കാകുമെന്നാണ് പലരും പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല, അവൻ മാറ്റമില്ലാത്ത അനന്യനായ ദൈവമാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആ വീട് ഞങ്ങൾ വിറ്റ് സന്തോഷത്തോടെ വാടകയ്ക്ക് ഇറങ്ങി. ഏകദേശം 1.5 വർഷത്തോളം ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചു. അതിനുശേഷം ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പുതിയ ഭവനം വാങ്ങുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ദൈവമാണ്. ദേശത്തിലെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ പറയുന്നു, ഈ ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. ആമേൻ. ദൈവം ഉയർത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, അസ്ഥി താഴ്വരയുടെ നടുവിൽ നിന്നും ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിച്ച് നിരന്ന് നിൽപ്പിച്ചതുപോലെ ദൈവം നമ്മെ ഉയർത്തും. ആമേൻ. ഞാൻ പറയാം, ഒരു പ്രതീക്ഷയില്ലാത്ത, ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത അതുപോലത്തെ അവസ്ഥയിൽ കിടക്കുകയായിരിക്കാം നിങ്ങൾ. പക്ഷെ ഞാൻ പറയാം, ഇന്ന് പകൽ നിങ്ങൾക്കൊരു മാറ്റം യേശുവിൽ ഉണ്ടാകും. ആ സഹോദരന് ജോലി കിട്ടി. ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഞാൻ പൂർണ്ണസമയം സുവിശേഷ വേലകൾക്ക് വേണ്ടി ഇറങ്ങുവാൻ വേണ്ടി തീരുമാനമെടുത്ത് നിൽക്കുകയാണ്. എന്നാൽ എൻ്റെ പിതാവ് വിദേശ രാജ്യങ്ങളിലാണ് ജോലി. ആ രാജ്യത്ത് ഒരു വലിയ കേസുണ്ടായി, ജോലി നഷ്ടപ്പെട്ടു, വിസ തീർന്നു, അക്കാമ തീർന്നു. എന്നിട്ട് നാട്ടിലേക്ക് വരാൻ കഴിയാതെ, പുറത്തിറങ്ങാൻ കഴിയാതെ 3.5 വർഷത്തോളം ആ ഗൾഫ് രാജ്യത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒരു ചെറിയ ലേബർ ക്യാമ്പിൻ്റെ അകത്ത് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ആഹാരം കഴിച്ച് ജീവിക്കുന്ന 3.5 വർഷക്കാലം എൻ്റെ പിതാവിനുണ്ടായിരുന്നു. ആ സമയത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, എൻ്റെ പിതാവിനെ ജീവനോടെ കാണണം. ഒരു പ്രാവശ്യമെങ്കിലും ആ രാജ്യത്ത് പോകാൻ ഞങ്ങൾക്കൊരു ക്രമീകരണം ദൈവമേ നീ ചെയ്തു തരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവിനെ ജീവനോടെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി തീരുമാനമെടുത്ത് ഇറങ്ങി തമിഴ്നാട്ടിലേക്ക് ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകുകയാണ്. തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ മമ്മിയെ വിളിച്ചു പറഞ്ഞു, ഞാൻ ശുശ്രൂഷയ്ക്കായി തമിഴ്നാട്ടിൽ വന്നു. എൻ്റെ പിതാവിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. എൻ്റെ സഹോദരനോട് ഞാൻ പറഞ്ഞു, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പം ഒരത്ഭുതം നടന്നു. 3.5 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത വിഷയത്തിൻ്റെ അകത്ത്, നമ്മുടെ ഒരു തീരുമാനത്തിൻ്റെ അകത്ത് ദൈവം അത്ഭുതം ചെയ്തു. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് എൻ്റെ പിതാവിൻ്റെ കേസ് മുഴുവനും തീർന്നു. അദ്ദേഹത്തിന് ലഭിക്കേണ്ട നന്മകൾ കൊടുത്ത് ആ രാജ്യത്തുനിന്ന് വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ അഭിഷേകത്തോടെ പറയാം, ദൈവം പറയുന്നൊരു കാര്യത്തിന് നാം തീരുമാനമെടുക്കാൻ നമ്മൾ ശങ്കിക്കേണ്ടതില്ല, മടുക്കേണ്ടതില്ല. നമ്മൾ എപ്പോൾ തീരുമാനമെടുക്കുന്നോ അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകും. ഞാനിങ്ങനെ പറയുന്നത്, ഗോഡ് ഇൻ ആക്ഷൻ. ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഏത് വിഷയമാണേലും ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം നിങ്ങൾക്കായും പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ ദൈവം ഞങ്ങളുടെ ദൈവമാണെന്ന് പറയാൻ ഞങ്ങൾക്കൊരിക്കലും മടിയില്ല. കാര്യം, ഈ ദൈവമാണ് ഞങ്ങളെ ഇത്രത്തോളം വളർത്തിയത്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിച്ചാൽ ഞങ്ങളുടെ ഹൃദയം നിറയും, കണ്ണുകൾ നിറയും. ഞങ്ങൾക്ക് വാക്കുകൾ കിട്ടത്തില്ല. കാര്യം, ഇത്ര നല്ല ദൈവത്തെ മറ്റൊന്നും കിട്ടത്തില്ല. കാര്യം, യേശു നല്ലവനാണ്, അവൻ വിശ്വസ്ത ദൈവമാണ്, അവന് മാറ്റമില്ലാത്തവനാണ്. ഇന്ന് പകൽ ആ യേശുവാണ് എന്നെ നിങ്ങളുടെ നടുവിൽ നിർത്തിയെങ്കിൽ ആ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. പ്രിയ ദൈവമക്കളെ,
ദൈവത്തിൻ്റെ മഹത്വത്താൽ നാം ജീവിക്കാൻ ആരംഭിച്ചാൽ, ദൈവത്തിൻ്റെ സാക്ഷിയായി നാം ജീവിക്കാൻ ആരംഭിച്ചാൽ, വചനം പറയുന്നു, യഹൂദിയയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷിയായി മാറും. അതെ, ദൈവത്തിൻ്റെ സാക്ഷിയാകുക എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ അതിനുശേഷം ശുശ്രൂഷയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം ഇറങ്ങി തിരിച്ചു. ഞാൻ പറയാം, തമിഴ്നാട്ടിൽ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് നാട്ടിലേക്ക് വരികയാണ്. അന്ന് വിവാഹം കഴിച്ചിട്ടില്ല, എൻ്റെ സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞു. അവർ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ആരംഭിച്ചു. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അന്ന് എനിക്ക് ശുശ്രൂഷകളില്ല. എൻ്റെ വൈഫ് ഒരു ഹൈസ്കൂളിലെ ടീച്ചറാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു IPC വിശ്വാസ കുടുംബത്തിൽ നിന്നാണ് ആ സഹോദരിയെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തന്നത്. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ചു. ആ വിവാഹ ജീവിതം ആരംഭിച്ച സമയത്ത് എനിക്ക് മിനിസ്ട്രികളില്ല, എനിക്ക് വഴികളില്ല, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. എങ്കിലും പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കറിയാമായിരുന്നു. ഓരോ സമയവും കഴിഞ്ഞു പോകുമ്പോൾ സാമ്പത്തികമായ ഞെരുക്കം കാരണം ഞങ്ങൾ വലിയ വേദനയിലായി. ആ സമയത്തൊക്കെ ഞങ്ങളെ ദൈവത്തിൻ്റെ വചനമാണ് ബലപ്പെടുത്തിയത്. വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. ഈ വചനമാണ് പല സമയങ്ങളിൽ ഞങ്ങളെ ബലപ്പെടുത്തിയത്. ഏകദേശം വിവാഹം കഴിഞ്ഞ് 6 മാസത്തോളം കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു. ഒരു കുഞ്ഞിനെ നൽകുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. ഈ കുഞ്ഞ് ഉദരത്തിലായിരുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളാണ്, സാമ്പത്തികമായ പ്രശ്നം. ആ സമയത്താണ് കോവിഡൊക്കെ ആരംഭിച്ച് വലിയ പ്രശ്നങ്ങളുമായി ഇരിക്കുന്നത്. ആ സമയത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ദൂതനെ അയച്ചതുപോലെ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആളുകൾ നമുക്ക് വേണ്ടി കരവുമായി വരും, നമ്മളെ സഹായിക്കാൻ വേണ്ടി ഓടിവിടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ വൈഫ് അവൾക്ക് കൺസീവായിരുന്ന സമയത്ത് ഒരു ഡ്രസ്സ് പുതിയത് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ലായിരുന്നു. പക്ഷേ ഒരു ഡ്രസ്സിന് വേണ്ടി ഞങ്ങൾ രാത്രികളിൽ കരയും, ദൈവസന്നിധി മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വൈഫ് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ ഡ്രസ്സിൻ്റെ സൈഡ് ഇങ്ങനെ കണ്ടിച്ച് വിടും. അത് കണ്ടിച്ച് ഏകദേശം മുകൾ വരെ എത്തി. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ ദൈവസന്നിധി ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചു, നിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. എനിക്ക് ഈ സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളുണ്ടല്ലോ, ഈ വിഷയത്തിൻ്റെ അകത്ത് തന്നെ നീ പുറത്തെടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാവോ, പിറ്റേ ദിവസം പകല് ഞങ്ങളുടെ വീട്ടിൽ ദൈവം അയച്ചതുപോലെ ഒരു ദൂതൻ വന്നു. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ. അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. 1-2 ദൈവിക ആലോചനകൾ അദ്ദേഹത്തിന് കൈമാറി. അദ്ദേഹം പോകാൻ നേരത്ത് ഒരു കവർ എടുത്ത് തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് UK പോകുകയാണ്. ഞാൻ പോയതിന് ശേഷം അവിടെ ചെന്നിട്ട് പാസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ പറയട്ടെ, ഇന്നുവരെ അദ്ദേഹത്തെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, അത് ദൂതനായിരുന്നു. നമുക്കറിയാത്ത പല ആളുകളെയും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പലപ്പോഴും അത് മനുഷ്യ സാദൃശ്യത്തിലോ മനുഷ്യ രൂപത്തിലോ ആയിരിക്കാം നമ്മുടെ മുമ്പിൽ വരുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, അത് ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. അബ്രഹാം അതിഥി സൽക്കാരം ദൂതന്മാരെ ചെയ്തപ്പോൾ തന്നോട് പറഞ്ഞ വാക്തത്വങ്ങളെ ഉറപ്പിച്ചു കൊടുത്തതുപോലെ അന്ന് എനിക്കൊരു വാക്തത്വം ദൈവം ഉള്ളിൽ തന്നു. അതാണ് എറൈസ് ദ നെക്സ്റ്റ് ജനറേഷൻ, അടുത്തൊരു തലമുറയെ പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ നമ്മൾ പ്രാപിച്ച അഭിഷേകത്തിൻ്റെ ശുശ്രൂഷകൾ അനേകർക്ക് പ്രയോജനമാക്കുവാൻ, അനേകരിലേക്ക് പകരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. മിനിസ്ട്രി ആരംഭിച്ചത്, ഞങ്ങളുടെ ചർച്ചൊക്കെ ആരംഭിച്ചത് വലിയ അത്ഭുതമാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ഒരു ദൂത് പറഞ്ഞു. ആ ദൂതിൻ്റെ പിറ്റേ ദിവസം പരിശുദ്ധാത്മാവ് കാനഡയിലുള്ള ഒരു ഫാമിലിയുമായി ഞങ്ങളെ കണക്ട് ചെയ്തു. ആ ഫാമിലി ഞങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സൂം ലിങ്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഈ ലിങ്കിൽ നിങ്ങൾ മീറ്റിങ്ങുകൾ ചെയ്യണം. ഈ ലിങ്ക് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, അനേകരോട് സുവിശേഷം എത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഞങ്ങൾ വിശ്വസ്തയോടെ ഞങ്ങൾ ആ ലിങ്ക് എടുത്ത് ഞങ്ങൾ മീറ്റിങ്ങുകൾ ആരംഭിച്ചു.
അനേകരെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡിൻ്റെ സമയത്തിൻ്റെ അകത്ത് മുസ്ലിങ്ങളെ വരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. മന്ത്രവാദികളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ആളുകളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആളുകളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി അനവധി ദേശത്തിലെ വിവിധ ഭാഗത്തിലെ അനേക ആളുകളെ സ്നാനപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകി. ഞാൻ പറയട്ടെ, ദൈവം ഒരു കാര്യം നമ്മെക്കുറിച്ച് തീരുമാനമെടുത്താൽ അതിന് മാറ്റമില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇന്ന് പകലിൽ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്കായി ഒരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ചിട്ടുണ്ട്. വചനം പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അതെ പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി ആ നന്മയെ, ആ അനുഗ്രഹത്തെ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. വചനം പറയുന്നു, ഒരുവൻ സന്തോഷത്തോടെ ഒരു വയൽ കണ്ടു, ആ വയലിൻ്റെ അകത്ത് നിധി മറഞ്ഞിരിക്കുന്നു. താൻ എന്ത് ചെയ്തെന്നറിയാവോ? ഓടി തനിക്കുള്ള സമ്പാദ്യങ്ങൾ മുഴുവനും വിറ്റിട്ട് ആ നിധിയുള്ള ആ വയൽ താൻ സ്വന്തമാക്കി. അതാണ് ദൈവത്തിൻ്റെ രാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ രാജ്യത്തിന് നാം എന്തുമാത്രം വില കൊടുക്കുന്നോ അതെല്ലാം നമുക്ക് ഇരട്ടിയായി മടക്കി തരും. നിങ്ങൾ ദൈവത്തിന് സമയം കൊടുക്കുന്നവരാണോ? നിങ്ങളുടെ സമയത്തിന് വിലയുണ്ടാകും. ദൈവത്തിന് നിങ്ങളുടെ ആരോഗ്യത്തെ കൊടുക്കുമോ? നിങ്ങളുടെ ആരോഗ്യത്തിന് വർധനമുണ്ടാകും. ദൈവത്തിന് നിങ്ങളുടെ പണം കൊടുക്കുന്നോ? നിങ്ങളുടെ പണം വർദ്ധിക്കും. എന്താണോ നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത് അത് നിങ്ങളിൽ വർദ്ധിക്കും. ഞാൻ പറയാം, കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആക്കി വെച്ച സ്ഥലത്ത് വിശ്വസ്തയോടെ അനേക ശുശ്രൂഷകന്മാരെ ചേർന്ന് സഹശുശ്രൂഷകനായി പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. കർത്താവിൻ്റെ നിയോഗത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന ഒരു ദർശനമാണ് ഞങ്ങളുടെ പാമ്പാടിയിലുള്ള ദൈവസഭ. ഞാൻ പറയട്ടെ, കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത സമയത്ത് ദൈവം ഒരു ദൂത് പറഞ്ഞു, പാമ്പാടിയിൽ ഞാൻ നിനക്കൊരു സഭ തരും. ആ ദൂത് കേട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ കാറുമായിട്ട് വന്നു. ജംഗ്ഷനിൽ വന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഓഡിറ്റോറിയം കാണുന്നു, ആ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് നീ ചെല്ലുക, അദ്ദേഹത്തിൻ്റെ ഓണറിനെ വിളിക്കുക, ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാം. അദ്ദേഹം ആദ്യമേ കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾക്ക് ഈ ചർച്ച് ഹോള് നടത്താൻ ഞാൻ തരാം, പക്ഷേ ഒരു കാര്യം, എനിക്ക് 2 ലക്ഷം രൂപ സെക്യൂരിറ്റി തരണം, മാസം 12,000 രൂപ വാടകയും തരണം. ഞാൻ പറയട്ടെ, മിനിമം ബാലൻസ് കയ്യിൽ നിന്ന് തീർന്ന് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പൈസയിൽ നിന്നും 50ഉം 100ഉം ഒക്കെ SBIക്കാർ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ദൂത് നമുക്ക് വലിയ പാടുള്ള കാര്യമാണ്. ഈ ഒരു ദർശനം നമുക്ക് വലിയ പാടാണ്. പക്ഷേ ദൈവം പറഞ്ഞത് ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞു, യെസ്, ഞാനത് ചെയ്യാം. 2 ആഴ്ചത്തോളം ഈ ഓഡിറ്റോറിയത്തിൻ്റെ താഴെ ഞാൻ രാത്രിയിൽ വരും. വാഹനത്തിൽ കിടന്നുകൊണ്ട് രാത്രിയിൽ മുഴുവനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 2 ആഴ്ച പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററല്ലേ, നിങ്ങൾ വിളിക്കും വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ കാര്യമെന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ എനിക്ക് വേണ്ട, ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിന് ഇത്ര രൂപ വാടകയ്ക്ക് നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. ആ ചർച്ച് ഹോളിൻ്റെ അകത്ത് വന്ന് നോക്കുമ്പോൾ കസേരയില്ല, ഒന്നുമില്ല, ശൂന്യമായി കിടക്കുന്ന ഒരു ഹോള്. പക്ഷേ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആരംഭിച്ച ദിവസം തൊട്ട് ദൈവം അതിനെ വർദ്ധിപ്പിക്കാൻ തയ്യാറായി. അനേകർ വന്ന് അഭിഷേകം പ്രാപിച്ച്, അനേകർ വന്ന് വിടുതൽ പ്രാപിച്ച്, അനേകർ വന്ന് ദൈവത്തിൻ്റെ ശക്തിയെ പ്രാപിച്ച് അനേക രാജ്യങ്ങളിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ സഭയിൽ പ്രാർത്ഥിച്ചു പലരെയും ശുശ്രൂഷയിൽ പുറത്തിറക്കുവാൻ ദൈവം കൃപ നൽകി. കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് അഭിഷിക്തന്മാർ കൂടെ നിന്ന് പ്രാർത്ഥിക്കുവാനും കൂടെ സപ്പോർട്ട് ചെയ്യുവാനും അവരെ ദൈവരാജ്യത്തിന് എക്വിപ്പ് ചെയ്യുവാനും ദൈവം എന്നെ സഹായിച്ചു. ഇന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാമ്പാടിയിൽ മാത്രമല്ല ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നത്, പല രാജ്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. പല രാജ്യങ്ങളിലെ ഡോറുകൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു. രാജ്യങ്ങളിൽ പോയി യേശുവിനെ പറയുവാൻ ദൈവം കൃപ നൽകി. തമിഴ്നാട്, കേരളം, നോർത്ത് ഇന്ത്യ എന്ന് തുടങ്ങിയ നിരവധി അനവധി സ്ഥലങ്ങളിൽ യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം കൃപ നൽകി. ഞാൻ പറയട്ടെ, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് മുടിയും വളർത്തി താടിയും വളർത്തി കഞ്ചാവും വലിച്ച് ലോകത്തിനും വീട്ടുകാർക്കും കുടുംബക്കാർക്കുമൊക്കെ ഒരു തലവേദനയായി കിടന്ന അഖിലുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം കയറി ഒന്ന് തൊട്ടതാ, ആ തീ ഒന്ന് അകത്ത് വീണതാണ്.
ഈ തീ കെടാൻ സമ്മതിക്കാതെ ഇതിനെ കത്തിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. ഇതിനു വേണ്ടി പ്രാർത്ഥനയിലും നിയോഗത്തിലും രാത്രികൾ ചെലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ശുശ്രൂഷകൾക്കകത്ത് പുതിയ പുതിയ ബന്ധങ്ങൾ തരുവാൻ തുടങ്ങി. പുതിയ പുതിയ മേഖലകൾ തുറന്നു തരുവാൻ തുടങ്ങി. ദൈവം ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാല ശുശ്രൂഷയിൽ ഇരിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ സമയം ഇതാ വരുന്നു. നിങ്ങൾക്കും ഒരു ദൈവത്തിൻ്റെ സമയമുണ്ട്, നിങ്ങൾക്കും ഒരു കൈറോസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം ആക്കി വെച്ച സമയം. യേശു മറിയോട് പറയുന്നത് അതുതന്നെയാണ്. അടുത്ത സെക്കൻഡിൽ യേശുവിൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ അവർ പോലും പറയാതെ, ആരും അറിയാതെ അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആ വീടിൻ്റെ പരിഹാസപൂരിതമായിട്ടിരിക്കുന്ന അന്തരീക്ഷത്തെ മാറ്റി ആ വീട് ഒരു അത്ഭുതത്തിൻ്റെ വീടാക്കി മാറ്റി. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും ശൂന്യതകൾ ഉള്ള മേഖലകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. ഈ മേഖലയിൽ യേശുവിനെ ഒന്ന് ഏൽപ്പിച്ചാൽ, യേശുവിനെ ഒന്ന് വന്നാൽ ദൈവാത്മാവ് അതിൻ്റെ അകത്ത് അത്ഭുതമാക്കി തീർക്കുക തന്നെ ചെയ്യും. ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നമുക്ക് മറ്റൊന്നും നേടാനില്ല. നമ്മുടെ സമ്പാദ്യവും നമ്മുടെ എല്ലാം യേശുവാണ്. ആ യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ കൊടുത്താൽ, ആ യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ യേശു നമ്മെ ഉപയോഗിക്കും. ഞാൻ പറയാം, അബ്രഹാമിന് കല്ലുകളിൽ നിന്നും മക്കളെ ഉരുവാക്കാൻ കഴിയുന്ന ദൈവം നമ്മെയും ഭോഷത്വമായി കിടന്ന ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നിനും കൊള്ളാത്ത നികൃഷ്ടമായി കിടന്ന നമ്മെയും ദൈവം ഉപയോഗിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. ആരുടെ സമയമാണോ ദൈവത്തിന് കൊടുക്കുന്നത് അവരെ ദൈവം ഉപയോഗിച്ചിരിക്കും. ഈ സാക്ഷ്യം അനേകരെ ബലപ്പെടുത്തട്ടെ. ഈ സാക്ഷ്യത്തിലൂടെ അനേക സാക്ഷികൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരട്ടെ. ഞാൻ പറയുന്നു, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് യൗവനകാലം തകർക്കാൻ ശ്രമിച്ച എന്നെയും യേശു വിടുവിച്ചത് കർത്താവിൻ്റെ കൃപയാണ്. ഇനിയും അങ്ങനെയുള്ള അനേകരെ വിടുവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെ മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരൻ ഇന്ന് എൻ്റെ ചർച്ചിലെ വിശ്വാസികളാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ പല കാര്യത്തിനും ഇടപെട്ട പല ആളുകളും യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു. കർത്താവിന് വേണ്ടി ഇന്ന് ശക്തമായി പ്രയോജനപ്പെടുന്നു. ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളുടെ സാഹചര്യം വളരെ മോശമായിരിക്കാം, പക്ഷേ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുക. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹൃദയം നിറഞ്ഞ് ഞാൻ അഭിഷേകത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സാക്ഷ്യം കേട്ട പ്രിയപ്പെട്ടവരെ, ഈ ചാനലിലൂടെ അനേകർ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെല്ലാം ഈ സാക്ഷ്യം ഒരു ബലമായി മാറട്ടെ. കൈവിടാത്തൊരു കർത്താവ് ഞങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ദൈവാത്മാവ് സഹായിക്കണമേ. ഈ 2025 അത് സംഭവിക്കട്ടെ കർത്താവേ. അവരുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, സഹോദരിമാർ, മാതാപിതാക്കന്മാർ, കുഞ്ഞുകൾ എല്ലാവരും യേശുവിനെ അറിഞ്ഞ് സത്യസുവിശേഷത്തിൻ്റെ ഘോഷകരായി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്നവരായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ അഭിഷേകത്തോടെ ഇവരെ അനുഗ്രഹിക്കുന്നു. അത്ഭുതമായി ഇവർ മാറട്ടെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, ആത്മീകമായി, ഭൗതികമായി ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ. സ്വർഗം ഇവരെ മാനിക്കണമേ, ആദരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.